ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു കടായി വെച്ചിട്ടുണ്ട്. കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഗ്രാമ്പൂ, 3 ഏലയ്ക്ക, ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം പട്ട, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പെരിഞ്ജീരകമൊക്കെ നല്ലതുപോലെ പൊട്ടി ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഓയിലിലേക്ക്, അതായത് വെളിച്ചെണ്ണയിലേക്ക് ആയി വരട്ടെ. നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഈ ജീരകമൊക്കെ പൊട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഒരു വലിയ സവോളയും പിന്നെ ഒരു ചെറിയ സവോളയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. 2 സവോള മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആകണ്ട, എങ്കിലും ചെറിയ രീതിയിലൊന്ന് ബ്രൗണായി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് ഒരുപാട് നമ്മൾ കൂടെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഫ്ലെയിം ഞാനൊരു മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. അത് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കണം. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് റെഡിയായി വന്നോളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക്, മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7-8 വെളുത്തുള്ളി, ഇത്രയും കൂടെ ചതച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഈ ചതച്ച് ചേർത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറിയിട്ട് നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്താലും നല്ലതാണ്. ഇനി ലാസ്റ്റ് നമ്മളൊരൽപ്പം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഓവറായി പോവും. ഹെൽത്ത് ഒക്കെ നോക്കുന്നവർക്ക് ഓവറായിട്ട് വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി അരിയുന്ന സമയത്ത് നമുക്ക് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ ഒന്ന് മെൽറ്റായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഉടഞ്ഞ് ചേർന്നതിന് ഞാനത് മറന്നു പോയിട്ടോ. ഞാനിങ്ങനെ ആണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം, നല്ലൊന്ന് സോഫ്റ്റായി വരട്ടെ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഞാനിത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് അടച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുക്കാം. നല്ലൊരു അടിപൊളി ടേസ്റ്റാണല്ലോ. ഇതിന് നമുക്ക് ലാസ്റ്റ് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സവോള നന്നായിട്ട് ആ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുന്നതും ഇതിനെ ഒരു വ്യത്യസ്തമാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നന്നായിട്ട് ഇത് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഈ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത്രയും മതിയാവും. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ഇന്ന് കിട്ടിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണിത് കുക്ക് ചെയ്തത്, ചിക്കൻ കറി വെച്ചത്. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചേർക്കാനായിട്ട് പറ്റിയില്ല. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കളറൊക്കെ നമുക്ക് കിട്ടിയേനെ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ്. ഇപ്പോൾ ഈ മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികൾ ഒട്ടും കരിഞ്ഞു പോകില്ല. നല്ലതുപോലെ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയി വരണം. അതിനാണ് ഞാൻ ആ വെള്ളം ചേർത്ത് കൊടുത്തത്. ഒരുപാട് ഓയിലും ചേർത്തിട്ടില്ലല്ലോ, വെളിച്ചെണ്ണ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി ഇതെന്തായാലും കരിഞ്ഞു പോവില്ല. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ ചിക്കൻ, ഒരു 400 ഗ്രാം ചിക്കൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വെയിറ്റ് ചെയ്യാൻ നോക്കിയതല്ല. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേണമെങ്കിൽ ഒന്ന് പുരട്ടി കുറച്ച് സമയം വയ്ക്കാമായിരുന്നു. ഞാനത് വെച്ചിട്ടില്ല. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് വെള്ളം തോർന്ന് പോയിട്ട് നമുക്കത് വേണമെങ്കിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാമായിരുന്നു. ഉപ്പും കൂടെ വെച്ചെങ്കിലും നല്ലതായിരുന്നു. ഇനി ഇല്ലെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല.
നല്ലതുപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വയ്ക്കാം. ഇനി കുറച്ച് ചൂട് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ അല്ല വയ്ക്കുന്നത്. ഇതിൻ്റെ കഷ്ണമൊക്കെ കുറച്ച് വലിയ പീസുകളാണ്, കണ്ടോ, പീസൊക്കെ കുറച്ച് വലുതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വന്നിന്, അത് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ മതിയായിരുന്നു. ഇതിപ്പോൾ വലിയ പീസ് ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ചധികം ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ്. ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്, ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ മുഴുവനേ ചേർത്തിട്ടുണ്ട് ആദ്യം, പിന്നെ ഇപ്പോഴും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ഇതിനകത്തേക്ക് മസാല ചേർക്കുന്നില്ല, ലാസ്റ്റ് മസാലയും ചേർക്കുന്നില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നല്ല നല്ല കമൻറ്റുകൾ വരുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്ര സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ കറി ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇത് കുറച്ച് ഗ്രേവിയിൽ ചെയ്യണം, ഇത്രയെങ്കിലും ഗ്രേവി വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തെ ഗ്രേവി കുറച്ചങ്ങ് വറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇരുന്ന് കുറച്ചൊന്ന് വറ്റി വരുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നും അടച്ചുമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. നല്ലൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വെച്ച നല്ലൊരു നാടൻ കറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. പകരം കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കും. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വെളിച്ചെണ്ണ കുറച്ചുകൂടി ചേർക്കുന്നുണ്ടെന്ന്. ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ മാത്രമല്ല, ഞാൻ ഒരല്പം ബട്ടർ കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അതും വിഷയമാകും. അപ്പോൾ അതേ കണ്ടോ, ഒരല്പം ഗ്രേവി കൂടി ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുറച്ചങ്ങ് വറ്റിപ്പോയി, സാരമില്ല, ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ കിടുക്കാച്ചി ചിക്കൻ കറി, കല്യാണ വീട്ടിലൊക്കെ വയ്ക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സൂപ്പർ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ടും മറന്നു പോകരുത്. കണ്ടോ, കുറച്ചൊന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി വീഡിയോ ഇവിടെ, അല്ലെങ്കിൽ അടിപൊളി റെസിപ്പി ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഞാൻ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. താങ്ക് യു.